പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് എടുത്തു വരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. കഴിഞ്ഞ സന്ദേശങ്ങളെല്ലാം അനേകർക്ക് അതൊരു അനുഗ്രഹവും വിടുതലും ആയി എന്ന് കേൾക്കുവാൻ കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥനയോട് നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് ജഡീകമായ കാര്യങ്ങൾ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ആമേൻ. വളരെ വ്യക്തമായി പരിശുദ്ധാത്മ പറയുന്നു, നാം എല്ലാവരും മുമ്പേ ജഡത്തിന്റെ മോഹങ്ങളിൽ നടന്നവരാണ്. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, മനുഷ്യ ജീവിതത്തിൽ ജഡത്തിന്റെ വെളിപ്പെടുത്തലുകൾ അതാത് സമയങ്ങളിൽ വെളിപ്പെട്ടു വരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആമേൻ. ഒന്നുകൂടെ വ്യക്തമായി പൗലോസ് ആത്മാവിൽ ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിപ്പാനിടയായി തീർന്നു. ഗലാത്യർ 5:19 മുതൽ 21 വരെ ഇവിടെ ജഡത്തിന്റെ പ്രവൃത്തികളുടെ അല്ലെങ്കിൽ പാപത്തിന്റെ പ്രവൃത്തികളുടെ ഒരു ലിസ്റ്റ് കാണുവാൻ കഴിയും. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ തന്നെ എന്ന് വെളിവാകുന്നു. ഇവിടെ അപ്പസ്തോലൻ ജഡത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്ന കുറച്ച് പട്ടികകൾ വെളിപ്പെടുത്തുകയാണ്. ഇതിനെ നമുക്ക് തരം തിരിച്ച് പഠിക്കുവാൻ കഴിയും. ഏറ്റവും മലിനകരമായ ശരീരത്തിന്റെ പാപമെന്ന് പറയുന്നത് ദുർനടപ്പ്, അശുദ്ധി, ദുർമോഹം. അതാണ്. ഹല്ലേലൂയ. ഏറ്റവും മലിനകരമായ പാപത്തിന്റെ പ്രവൃത്തി നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുന്നത് ദുർനടപ്പ്, അശുദ്ധി, ദുർമോഹം. സാത്താന്യ ബന്ധത്തിലും അവനുമായുള്ള സമ്പർക്കത്തിലും വെളിപ്പെടുന്ന പാവങ്ങളാണ് വിഗ്രഹാരാധന, ആഭിചാരം, മന്ത്രവാദം. അങ്ങനെ എല്ലാ റിലീജിയസ് ആക്ടിവിറ്റീസുകളും രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നതാണ്. മാനസികമായ അവസ്ഥയും അതിൻ്റെ ഘടന എന്ന് പറയുന്നത് പക, പിണക്കം, ക്രോധം എന്നീ പറയുന്ന കാറ്റഗറികളെല്ലാം ഈ ഗ്രൂപ്പിനകത്തുണ്ടാകുന്നതാണ്. ഇതെല്ലാം ശരീരത്തിൽ വെളിപ്പെടുന്ന പാപത്തിന്റെ സ്വഭാവത്തെയാണ് പറയുന്നത്. മതഭേദങ്ങളും ഭിന്നതകളും മായി ബന്ധപ്പെട്ട പാപസ്വഭാവങ്ങൾ, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, അസൂയ, പിണക്കം, ഭിന്നത. സ്തോത്രം. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ആസക്തിയോടെ നിയന്ത്രണമില്ലാത്ത പാപസ്വഭാവങ്ങൾ.
മദ്യപാനം, വെറിക്കൂത്ത്, ഇങ്ങനെ തുടങ്ങുന്ന കാറ്റഗറികൾ. എന്നാൽ ഒരു പ്രത്യേകത, ഈ പറയുന്ന പാപങ്ങളെല്ലാം അനായാസം കാണാവുന്നതാണ്. ഇതിലേതെങ്കിലും ചെയ്യുവാൻ ഒരു ആത്മീയന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, ഒന്നുകൂടെ പറഞ്ഞാൽ ആത്മീയൻ എന്ന് പറയുന്ന ഒരുവനിൽ വെളിപ്പെടുമ്പോൾ, അപ്പോഴാണ് അവൻ തിരിച്ചറിയേണ്ടത് ഞാനൊരു ജഡീകനായിരിക്കുന്നു എന്ന്. ഒരു ക്രിസ്ത്യാനി എന്ന പൊതുധാരണയ്ക്കകത്ത് ആയിരിക്കുമ്പോൾ അവനൊരു കാര്യം അറിയാം, അല്ലെങ്കിൽ അവന് ഒരു തിരിച്ചറിവുണ്ട്. പാപത്തെക്കുറിച്ച് അവൻ സ്വയമായി ബോധ്യപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. എന്നാൽ പാപത്തെക്കുറിച്ച് സ്വയമായി ബോധ്യപ്പെടാത്ത വണ്ണം നമ്മുടെ ജഡത്തിന്റെ പ്രത്യേക അവസ്ഥയുടെ പ്രൈസ് ദി ലോർഡ് അനന്തരഫലം നമ്മൾ ഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ഒരാത്മീയനാകുവാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ആമേൻ. ഈ മുകളിൽ പറഞ്ഞ എല്ലാ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചും അതിന്റെ നിലയിൽ നമുക്ക് കാണുവാനും ഗ്രഹിക്കുവാനും കഴിയണം. അതാണ് ഒരാത്മീയൻ എന്ന് പറയുമ്പോൾ, ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ വെളിപ്പെട്ടു വരേണ്ടത്. നാം ചെയ്യുന്നതായ എല്ലാ പാപങ്ങളും ഓരോ വ്യക്തിയെ സംബന്ധിച്ചും അത് വ്യത്യസ്തമായിരിക്കും. എന്നാൽ നാം എല്ലാവരും ഒരുപോലെ ജഡത്തിൽ നിന്നുള്ളവരാണ് എന്ന സത്യം മറന്നു പോകരുത്. നാം എല്ലാവരും ജഡത്തിൽ നിന്നുള്ളവരാണെങ്കിലും നമ്മിലെല്ലാം വെളിപ്പെട്ടു വരുന്ന പാപത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ പാപത്തിന്റെ പ്രകൃതികൾ വ്യത്യസ്തമാണ്. ആയതിനാൽ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ഒരു വ്യക്തി പറഞ്ഞിട്ടല്ല, മറ്റൊരുവന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലല്ല, അവനിൽ വെളിപ്പെട്ടു വരുന്ന ജഡീക പ്രവൃത്തികൾ അല്ലെങ്കിൽ പാപത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് അവൻ സ്വയം ബോധവാനായിരിക്കണം. അങ്ങനെ അവനിൽ വെളിപ്പെട്ടു വരുന്ന പാപത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് ബോധവാനാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് അവനെ ബോധ്യപ്പെടുത്തുവാൻ സ്വമേധയാ അനുവദിക്കണം. ആമേൻ. ഒരു വിശ്വാസി നമ്മെ തന്നെ ദൈവമുമ്പാകെ താഴ്ത്തുവാനും നമ്മുടെ പാപങ്ങളെ കുറിച്ച് വീണ്ടും ബോധം വരുത്തുവാനും മനഃപൂർവമായി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ, യേശു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാൽ കാര്യസ്ഥൻ വരും, കാര്യസ്ഥൻ വന്നാൽ അവൻ സകലത്തെ കുറിച്ചും നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഇന്ന് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഏത് തെറ്റും ചെയ്യുവാൻ ഒരു മടിയുമില്ല. തെറ്റ് ചെയ്താലോ അത് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ ചെയ്തതെല്ലാം ശരിയാണെന്നൊരു ബോധ്യത്തിനകത്ത് അവർ നിൽക്കാൻ കാരണം അവർ ജഡീകന്മാരായതുകൊണ്ടാണ്. ഇപ്പൊ ജഡത്തിൽ വെളിപ്പെട്ടു വരുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് വ്യക്തമായൊരു പിക്ചർ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ വേദപുസ്തകത്തിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി അവിടെ പറയുന്നു, എനിക്ക് നിങ്ങളോട് ശിശുക്കളോട് എന്ന പോലെ. സ്തോത്രം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ. കണ്ട, പ്രായം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട പാരമ്പര്യമുണ്ട് വിശ്വാസത്തിൽ വന്നിട്ട്, അല്ലെങ്കിൽ യേശുവിനെ അറിഞ്ഞിട്ട്. എന്നാൽ പൗലോസ് പറയാണ്, എനിക്ക് നിങ്ങളോട് ജഡീകന്മാർ എന്നതുപോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിയൂ. ഇപ്പൊ കൊരിന്ത്യയിലെ വിശുദ്ധന്മാർ ആത്മീയ കാര്യങ്ങളെ അപഗ്രഥിച്ച് പഠിക്കുവാൻ, ആത്മീയ വിഷയങ്ങളെ ആത്മാവിൽ ആത്മദമനം ചെയ്തുകൊണ്ട് അതിന്റെ അന്തസത്തയ്ക്കൊത്തവണ്ണം ഒരാത്മീയനായി ജീവിക്കാൻ കഴിയാതെ വണ്ണം ജഡീകന്മാരായി തീർന്നപ്പോൾ പൗലോസ് ആത്മാവിൽ പറയാണ്, എനിക്ക് നിങ്ങളോട് ഇടപെടാൻ കഴിയുന്നത് ഒരാത്മീയൻ എന്ന നിലയിൽ കഴിയുന്നില്ല. കാരണം നിങ്ങൾ ജഡീകന്മാരായിരിക്കുന്നു. ആമേൻ. എന്നിട്ട് ആ ജഡീകനെ പറയണ ശിശുക്കളോട് എന്നതുപോലെ എന്ന് പറഞ്ഞാൽ ശിശുക്കൾക്കറിയത്തില്ല അവരെന്താണ് ചെയ്യുന്നതെന്ന്. അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു തിരിച്ചറിവുമില്ല. അപ്പൊ അവർ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണോ ചീത്തതാണോ, അതിന്റെ അനന്തരഫലം എന്തായി തീരുമെന്നൊന്നും ഒരു ശിശുവിനും അറിവില്ലാതിരിക്കെ ശിശുവിൽ വെളിപ്പെട്ടു വരുന്നത് പോലെ ദൈവത്തിന്റെ കൂടെ ആയിരിക്കുന്നു എന്ന് വാദഗതികളെ നിരത്തുന്ന, വിശുദ്ധ പദവിയിലായിരിക്കുന്നു എന്ന് പറയുന്നവരോട് പറയണേ, എനിക്ക് നിങ്ങളോട് ജഡീകന്മാരോട് എന്ന പോലെ ഇടപെടാൻ കഴിയത്തുള്ളൂ, സംസാരിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഞാൻ റിയലായിട്ട് പറയാം, എന്നെ കേൾക്കുന്ന വിശ്വാസികളാണെങ്കിൽ, ക്രിസ്ത്യാനികളാണെങ്കിൽ, നിങ്ങൾ ആത്മീയരാണോ അല്ലയോ എന്ന് നിങ്ങളോട് വേറെ ആരും പറഞ്ഞു തരണ്ട. നിങ്ങളുടെ തെറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടായി ആരുടെയും ബാഹ്യമായ ഇടപെടലില്ലാതെ നിങ്ങൾ ആ തെറ്റിനെ ഉപേക്ഷിച്ച് ശരിയായ ദൈവിക പരിജ്ഞാനത്തിൽ നിൽക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെട്ടാൽ നിങ്ങൾ ജഡീകരല്ല, നിങ്ങൾ ആത്മീയരാണെന്ന് വളരെ വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത് അത്ഭുതം ചെയ്യാനോ അടയാളങ്ങൾ കാണിക്കാനോ വീര്യപ്രവൃത്തികൾ ചെയ്യാനോ സാത്താനെ പുറത്താക്കാനോ അധികാരം നടത്താനോ എന്ന കാര്യാദികൾക്കാൾ മുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രയോറിറ്റിയായ ഗോൾ എന്തെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രാധാന്യമുള്ള ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ, ഒരുവനെ അവനിലെ പാപത്തെക്കുറിച്ച്, പാപ സ്വഭാവങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി അവൻ ക്രിസ്തുവിൽ തികഞ്ഞമായ ഒരനുഭവത്തിലേക്ക് അവനെ നയിക്കുക എന്നുള്ളതാണ്. ഇന്ന് അതൊന്നും ഇന്ന് വിശ്വാസ സമൂഹത്തിൽ കാണുന്നില്ല. ഇന്ന് അതൊന്നും ആത്മീയരെന്ന് പറയുന്ന ക്രിസ്തീയ സമൂഹത്തിൽ കാണുന്നില്ല. ഇന്ന് ലോകത്തെ പടവെട്ടി പിടിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരുപറ്റം ആൾക്കാരാൽ നിറയപ്പെട്ട ഒരു സംഘടന പോലെ അധപ്പതിച്ചിരിക്കുന്ന ഒരാത്മീയ ലോകമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവമുണ്ടെന്ന ഒരു മുഖം മൂടി കാണിച്ചിട്ട് ദൈവമില്ലാതെ ലോകപരമായി ജീവിക്കുന്നൊരവസ്ഥ, ജഡീകന്മാരായിരിക്കുന്നൊരവസ്ഥ. ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ,
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു വിശ്വസിക്കുകയാണ്. ഒരു വിശ്വാസി ആ നിലവാരത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ മരണത്തിന്റെ ആവശ്യകത അല്ലെങ്കിൽ പ്രാധാന്യം എന്തെന്നവൻ വളരെ ബോധ്യമുള്ളവനായിരിക്കണം. ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവ് നിരന്തരമായി പ്രവർത്തന ക്ഷമതയോട് ഇടപെടുമ്പോൾ അല്ലെങ്കിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുമ്പോൾ അവനിൽ അധികമധികമായി അവൻ തിരിച്ചറിയുന്ന ഒരു ദൈവിക പരിജ്ഞാനത്തിന്റെ തലമുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ജഡത്തിന്റെ പരിതാപകരമായ അവസ്ഥ അധികമധികമായി അവൻ കാണുകയും ജഡത്തിൽ വെളിപ്പെട്ടു വരുന്ന ആ പരിതാപകരമായ അവസ്ഥയ്ക്കെതിരെ അല്ലെങ്കിൽ ആ ജഡത്തിനെതിരായുള്ള അവന്റെ പോരാട്ടങ്ങൾ വർദ്ധിക്കുകയും അത് കൂടുതൽ പ്രകടമാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 6 അധ്യായങ്ങൾ സഭയുടെ 6 മണ്ഡലങ്ങളെ കുറിച്ച് പറയുമ്പോൾ 6-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭ അതിന്റെ പോരാട്ടത്തെ കുറിച്ച് വിളിച്ചു പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇപ്പൊ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും പരിജ്ഞാന പൂർത്തിയിലെത്തുവാൻ വളർച്ച പ്രാപിക്കേണ്ട ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി അതിന് കഴിയാത്തതിന്റെ കാരണം ആ ലെവലിലേക്ക് എത്തുവാൻ അതിനെതിരെ പോരാടാൻ കഴിയാത്തതിന്റെ കാരണം മരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് അവന് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വാസി പരാജയപ്പെടുമ്പോൾ അവന്റെ ജഡത്തിന്റെ പാപവും ബലഹീനതയും പരിശുദ്ധാത്മാവ് കൂടുതലായി അവന് വെളിപ്പെടുത്തി കൊടുക്കുകയും ജഡത്തിന്റെ പാപത്തോടെ പോരാടുവാനായി സ്വയം തീരുമാനമെടുക്കുകയും അതിനായി അവനിൽ ഉണ്ടാക്കുന്ന ആഴമേറിയ ഒരു ബോധ്യത്തിൽ അവൻ ചെന്നെത്തുകയും ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. കാൽവരിയിൽ ഒരിക്കലായി പാപത്തെ യേശുക്രിസ്തു കൈകാര്യം ചെയ്യുമ്പോൾ ഒരു വിശ്വാസി ദർശിക്കേണ്ടത് അവന്റെ ക്രൂശിന്റെ ആഴമേറിയ പ്രവൃത്തികളെ മനസ്സിലാക്കുവാൻ അവന് കഴിയുമ്പോൾ മാത്രമേ അവൻ ആത്യന്തികമായി വിടുതൽ പ്രാപിക്കുകയുള്ളൂ എന്നവൻ തിരിച്ചറിയുകയാണ്. സ്തോത്രം. നിരന്തരമായ പരാജയങ്ങളിലൂടെയും നിന്ദകളിലൂടെയും ഒരുവൻ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരുവനെ ആ നിലയിൽ നയിക്കുകയാണെങ്കിൽ, ഒരു വിശ്വാസി നടത്തപ്പെടുകയാണെങ്കിൽ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ദൈവിക പദ്ധതിയുടെ അർത്ഥം എന്തെന്ന് നാം വളരെ ആഴമായി തിരിച്ചറിയുന്നില്ലെങ്കിൽ ഹല്ലേലൂയ, നമുക്കൊരു ജയജീവിതം നയിക്കുവാൻ, ഒരു വിടുതലിന്റെ മണ്ഡലത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയാതെ വരും. ഇപ്പൊ ക്രൂശിൽ നിവർത്തിക്കപ്പെട്ട ദൈവിക പ്രവൃത്തിയുടെ കൈമാറ്റത്തിലൂടെ
നാം സ്വീകരിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വെളിപ്പെടുത്തുന്ന ദൈവിക പരിജ്ഞാനങ്ങളെ പ്രാപിപ്പാൻ കഴിയണമെങ്കിൽ അനുദിനം ഒരു വിശ്വാസി ഒരുക്കത്തിന്റെ പ്രക്രിയയിലൂടെ അനുദിനം കടന്നു പോകേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഈ വിധത്തിൽ ഒരു വിശ്വാസിയെ നടത്തുന്നതിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വരവിനായി ഒരുക്കപ്പെടുത്തുക എന്നതാണ് അതിന്റെ അന്തിമമായ ലക്ഷ്യം. ആമേൻ. എന്നാൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് അറിവുള്ളൊരു കാര്യമാണ്, പരിഹരിക്കാൻ കഴിയാത്തവണ്ണം ജഡം ദോഷമുള്ളതാണെന്ന് എപ്പോഴും ദൈവം ജഡത്തെ കുറ്റം വിധിക്കുന്നു എന്ന് നമുക്കറിയാം. ദൈവത്തിന് മുമ്പാകെ പരിഹരിക്കാൻ കഴിയാതെ വണ്ണം ജഡം ഭോഷത്വമുള്ളത് അല്ലെങ്കിൽ ദോഷമുള്ളതാണെന്ന് ദൈവം ജഡത്തെ കുറ്റം വിധിക്കുന്നു. എങ്കിലും ഒരു വിശ്വാസി തന്റെ അനുഭവത്തിൽ അവൻ മറിച്ചാണ് ചിന്തിക്കുന്നത്. ജഡം സത്യമായും മലിനപ്പെട്ടതും ദുഷിച്ചതുമാണെന്ന് അംഗീകരിക്കുവാനുള്ള ആത്മീക ഉൾക്കാഴ്ച അവനില്ലാതെ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവൃത്തികൾ, ജഡീക കാര്യങ്ങളെക്കുറിച്ച് ദൈവവുമായി കൂട്ടായ്മ ആചരിക്കുന്ന ഒരാത്മീയൻ വളരെ വ്യക്തമായ ഉത്ബോധത്തിനകത്ത് വേണം ജീവിക്കാൻ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പിന്നെയും പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളിൽ വെളിപ്പെടുന്ന ജഡീക പ്രവൃത്തികളെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരുവിധ ബോധ്യമില്ലെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങൾ ദൈവത്തിലല്ല ജീവിക്കുന്നത്, നിങ്ങൾ ജഡീകന്മാരാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ആമേൻ. ജഡീകൻ എന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവിനെ സ്വീകരിക്കാത്ത, രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത ആൾക്കാരെ കുറിച്ച് അല്ല. ലേഖനങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് വിശുദ്ധന്മാരെ കുറിച്ച് മാത്രമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ ശരീരമാകുന്ന സഭയ്ക്കകത്ത് ജീവിക്കുന്ന വിശുദ്ധന്മാരോടാണ് ലേഖനങ്ങൾ ഇടപെടുന്നത്. അപ്പൊ അതിനകത്ത് ആരുണ്ട്? ജഡീകരായി ജീവിക്കുന്നവരുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നാം നമ്മെ തന്നെ ഒന്ന് കാണുവാൻ തക്കവണ്ണം, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പുറത്തു വരുവാൻ തക്കവണ്ണം, ജഡീക കാര്യങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാണ് നിങ്ങളുടെയും ജീവിതമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. മറ്റുള്ളവരുടെ സഹായം കൂടാതെ നിങ്ങളിൽ വെളിപ്പെടുന്ന ജഡീക കാര്യങ്ങളുടെ, പ്രവൃത്തികളുടെ ആകത്തുക നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും വിടുതൽ പ്രാപിപ്പാൻ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഒരുക്കപ്പെടുന്നവരായിരിക്കാൻ, കോംപ്രമൈസ് ഇല്ലാതെ. ഇന്നലെ ദൈവവചനം ഷെയർ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവവചനത്തിൽ നിന്ന് വായിപ്പാൻ ഇടയായിത്തീർന്നു. പാപം അവസരം കിട്ടുമ്പോഴൊക്കെയും നമ്മെ ചതിക്കുകയും കൊല്ലുകയും ചെയ്യും. ഹല്ലേലൂയ. ഒരു മരണത്തിന്റെ പ്രാധാന്യം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. റോമാലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും. റോമർ 6:8. അപ്പൊ യേശു ക്രിസ്തുവിനോടുകൂടെ പാപത്തിൽ അനുദിനം മരിക്കണം. കൊലോസ്യ ലേഖനം പറയുന്നു,
നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. അപ്പൊ ഓരോ ദിവസവും ജഡത്തിൽ വെളിപ്പെടുന്ന പാപത്തിന്റെ പ്രകൃതികളെ മരിക്കേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നാം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്നും എന്തും ചെയ്താലും, ഏത് പ്രവൃത്തി ചെയ്താലും, ഏത് റോങ് ആയിരിക്കുന്ന പ്രവൃത്തി ചെയ്താലും അതെല്ലാം ശരിയാണെന്ന ഒരു ബോധ്യത്തിനകത്തായിരിക്കുന്ന ആത്മീയ ലോകത്തിൽ നിന്ന് ജനം പുറത്തു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം വിശ്വാസ സമൂഹം മൊത്തം വിശ്വസിക്കുന്നു കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. ആമേൻ. ഇന്ന് ഏറ്റവും കൂടുതൽ മത്സരം വിശ്വാസികളുടെ ഇടയിലാണ്. ഒരു വിശ്വാസിക്ക് മറ്റൊരുത്തനെ കാണുവാൻ കഴിയത്തില്ല, അംഗീകരിക്കാൻ കഴിയത്തില്ല. ജഡത്തിന്റെ പ്രവൃത്തികൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വെളിപ്പെടരുതെന്ന് അനുശ്വാസിക്കുന്ന വിശ്വാസികളിലാണെന്നുള്ളതാണ് വിരോധാഭാസം എന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ജഡീക കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വലിയ ബോധ്യമുണ്ടായിരിക്കണം. ആമേൻ. ശത്രുവിനെ സ്നേഹിക്കാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒട്ടും പറ്റാത്തൊരു മണ്ഡലം ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റാത്തതാണ് ഒരാൾക്ക്. അപ്പൊ ശത്രുവിനെ സ്നേഹിക്കാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു പാപത്തിന്റെ അല്ലെങ്കിൽ ജഡീക പ്രവൃത്തികളെയും നമുക്ക് ജയിക്കാൻ കഴിയാതെ വണ്ണം വരത്തില്ല. നമ്മൾ അതിനെല്ലാം ജയിക്കുന്നവരായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയരെ, ജഡത്തിന്റെ താല്പര്യങ്ങൾ കൊത്തവണ്ണം മാത്രമാണ് ഈ കാലഘട്ടത്തിലെ സകല ആത്മീയ ജീവിതവും നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവുമില്ല. എൻ്റെ 23 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ കണ്ടതെല്ലാം അങ്ങനെ തന്നെയാണ്. ആമേൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന് നമ്മോട് പറയുവാൻ കാരണം ആത്മീയന്മാർ ജഡീകന്മാർക്ക് തുല്യമായി ജഡത്തിൽ ജീവിക്കുന്നവരാണെന്ന ബോധ്യം പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്താൻ കാരണം ദൈവം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയരെ, കർത്താവിന്റെ കാഹളം ധ്വനിക്കും എന്ന് വിശ്വസിക്കുന്ന ഏവരും ഈ ലൈവ് ഈ വീഡിയോ ഇതിനു ശേഷം കാണുന്നവർ നിങ്ങളൊരു കാര്യം ബോധ്യമാകുക. നിങ്ങളിൽ വെളിപ്പെടുന്ന ജഡീക കാര്യങ്ങൾക്കകത്തുനിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ നിങ്ങൾക്ക് കഴിയണം പ്രിയരെ. ജനിച്ച അപ്പനെ അമ്മയെ സ്നേഹിക്കുവാൻ, അവരെ കരുതുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ. സ്തോത്രം. ജഡീകമായ സകല അനുഭവത്തിനകത്തുനിന്ന് പുറത്തു വരുവാൻ നിങ്ങൾക്ക് സ്വമേധയാ കഴിയുന്നില്ലെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഒരു ജഡീകനാണ്. ഇന്ന് സഭ സ്പ്ലിറ്റ് ചെയ്യാൻ കാരണമെന്താണ്? വിശ്വാസികൾ തമ്മിൽ ചേർച്ചയില്ലാതെ വരാൻ കാരണമെന്താണ്? ഇന്ന് കാണുന്നത് സഭയാണെന്ന് പറയാൻ പറ്റത്തില്ല. പുതിയ നിയമത്തിലെ സഭ എന്ന് പറയുന്നത് കർത്താവിന്റെ ശരീരമാകുന്ന സഭയാണ്. അവിടെ യഹൂദനെന്നോ യവനനെന്നോ ശകരനെന്നോ ബർബരനെന്നോ സ്വതന്ത്രനെന്നോ ദാസനെന്നോ ജാതി മത വർണ്ണവർഗ ലിംഗഭേദമില്ലാതെ സകലരും ക്രിസ്തുവിൽ ഒന്നായി ചേരുക എന്ന കാലസമ്പൂർണതയിലെ വെളിപ്പാടിന്റെ മണ്ഡലം പൗലോസിലേക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ട് ജാതികളെ അപ്രകാരം സ്വർഗം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് കാണുന്ന സഭയുടെ സിസ്റ്റങ്ങളെല്ലാം പല ഗ്രൂപ്പുകളാണ്, പല വിഭാഗീയമായ ഘടകങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒന്നിനൊന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല.
പരസ്പരം പാരവയ്ക്കുന്നതല്ലാതെ, പരസ്പരം ഭിന്നിപ്പിക്കുന്നതല്ലാതെ, ഓരോ അവയവങ്ങൾ തമ്മിൽ പരസ്പരം ഭാരം വഹിക്കണം. ഒരു ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം ഒരുപോലെ പ്രവർത്തനക്ഷമമായിരിക്കുമ്പോഴാണ് ആ ശരീരത്തിന്റെ പ്രവൃത്തി തല പറയുന്നത് പോലെ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ ശരീരമായ സഭയിലായിരിക്കുന്നവർ എങ്ങനെയായിരിക്കണം? സ്തോത്രം. പ്രിയരെ, എല്ലാവർക്കും കുറവുകളുണ്ട്, എല്ലാവർക്കും വീഴ്ചകളുണ്ട്. നിങ്ങൾ അവരുടെ കുറവുകളല്ല കാണേണ്ടത്, വീഴ്ചകളല്ല കാണേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ, നിങ്ങളുടെ ഭർത്താവിന്റെ, നിങ്ങളുടെ അപ്പന്റെ, അമ്മയുടെ കുറവുകളെ കണ്ടിട്ട് അവരെ ഉപേക്ഷിച്ചു പോവുകയല്ല, അവരെ അതിൽ നിന്ന് കരകയറ്റുവാൻ നിങ്ങൾ വില മുടക്കാൻ. കാരണം അത് നിങ്ങളുടെ ശരീരമാണ്, നിങ്ങളുടേതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ദൈവസഭ എത്ര അധികമായി ആ ബോധ്യത്തിനകത്തേക്ക് വരാൻ കഴിയാത്തതിന്റെ കാരണം അവർ ജഡീക കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ബോധ്യമില്ലാതെ വണ്ണം അവർ ജഡീകന്മാരായി നിലകൊള്ളുന്നത് കൊണ്ടാണ്. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇന്നുവരെ ഞാൻ ആർക്കുമെതിരെ ഒരു തെറ്റായി സംസാരിക്കുകയോ അവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കടന്നു കയറി ചോദിക്കുകയോ ഇടപെടുകയോ ഒരു തെറ്റായ വാക്ക് അവരോട് പറയുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്തവർ മാത്രമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദോഷമായി തീർന്നത്. പക്ഷെ ഞാൻ അവരെ ഇപ്പോഴും സ്നേഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകം മൊത്തം നമ്മളെ സ്നേഹിച്ചാലും നല്ലതെന്ന് പറഞ്ഞാലും യേശു നല്ലതെന്ന് പറയുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പ്രവൃത്തികളെല്ലാം ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയാകണമെങ്കിൽ, പ്രിയരെ, ഗലാത്യർ 5 പറഞ്ഞതുപോലെ ജഡത്തിന്റെ പ്രവൃത്തികളെ 5 അവിടെ തിരിച്ചു പഠിക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ 5 തിരിച്ചു പഠിക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടായാൽ നമ്മിൽ വെളിപ്പെടുന്ന ജഡീക കാര്യങ്ങളുടെ തിരിച്ചറിവുണ്ടെങ്കിൽ ഞാൻ ആത്മീയനാണോ ജഡീകനാണോ എന്ന് നമുക്ക് തന്നെ നമ്മെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതം ഒരു ജീവിതമേ ഈ ഭൂമിയിലുണ്ട്. നാം ആരെ അനുസരിക്കാൻ ജീവിക്കേണ്ടവരാ, ആരെ അനുസരിക്കാൻ വിധിക്കപ്പെടുന്നവരാ. നമുക്ക് നമ്മുടേതായ താല്പര്യങ്ങളില്ല, നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളില്ല. നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ദൈവത്തിൻ്റെത് മാത്രമായിരിക്കണം. എന്നാ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒത്തവണ്ണം നിങ്ങളുടെ ഭാര്യ ജീവിക്കുന്നില്ലെങ്കിൽ അവിടെ എപ്പോഴും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുമെങ്കിൽ ആ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒത്തവണ്ണം അതിനെ തിരിച്ചറിഞ്ഞ് അതിനോട് ചേരാൻ കഴിയാതെ ഭാര്യ ആയിരിക്കുന്നത് കൊണ്ട്, ഭർത്താവ് ആയിരിക്കുന്നത് കൊണ്ട് സ്വമേധയാ ഉണ്ടായി വരുന്നതാണ്. ഇതുപോലെയാണ് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി ദൈവം വീണ്ടും ജനിപ്പിച്ച അവന്റെ ശരീരമായിരിക്കുന്ന സഭയിലെ വിശുദ്ധന്മാർ അതിനുവേണ്ടി നിലകൊള്ളേണ്ട സ്ഥാനത്ത് അവർ അത് വിട്ട് അവരുടേതായ ഇഷ്ടങ്ങളിലേക്ക് മാറുമ്പോൾ, അല്ലെങ്കിൽ ജഡീക കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ, അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നൊരു ബോധ്യം അവരെ ഭരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, അവർ കർത്താവിൽ നിന്ന് വിട്ടുമാറിയ ഒരു ജഡീകന് തുല്യമായിരിക്കണം. ഇന്നത്തെ പ്രസംഗങ്ങളെല്ലാം ഒരുവനെ ജഡീകനാക്കുന്ന പ്രസംഗങ്ങളാണ്. ഉണ്ണാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ അത് മതി എന്നാ ബൈബിൾ പറയുന്നേ. അതിനപ്പുറമുള്ളത് സ്വർഗം നിനക്ക് നാളേക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് തന്ന എല്ലാം നാളെ ദാനധർമ്മം ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരു സഭ അല്ലെങ്കിൽ ഒരു ശരീരം മൊത്തം അധ്വാനിക്കുമ്പോൾ ആ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം ഒരുപോലെ ആ നിലവാരത്തിനകത്ത് എത്തുന്നില്ലെങ്കിൽ നമുക്ക് പറയാം ഇത് ദൈവത്തിന്റെ സഭയാണ്, ബോഡിയാണെന്നൊക്കെ പറയാം. പക്ഷെ കർത്താവ് അംഗീകരിക്കത്തില്ല. 10 കന്യകമാരുടെ ചിത്രം അതാ പറയുന്നത്. 10 പേരുടെയും ബോധ്യം ദൈവം അംഗീകരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഞങ്ങളെന്ന.
പക്ഷെ 5 പേരെ കുറിച്ച് ദൈവം പറഞ്ഞു, അല്ലെങ്കിൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ സ്വയം നിർണയങ്ങൾ മാറ്റിവെച്ചിട്ട് ഞാനൊരു ആത്മീയനാണെന്ന സ്വയബോധ്യത്തിനകത്തുനിന്ന് പുറത്തു വന്നിട്ട് നമ്മിൽ വെളിപ്പെടുന്ന ജഡീക കാര്യങ്ങളുടെ തിരിച്ചറിവിനെ പ്രാപിക്കുവാൻ സ്വമേധയാ ദൈവത്തിൽ നമ്മൾ വിധേയപ്പെട്ടു കൊടുത്തിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ അക്കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുമ്പോൾ മറ്റാരുടെയും ഒരു ഇടപെടൽ കൂടാതെ സ്വമേധയാ നമ്മുടെ ജഡീക പ്രവർത്തനങ്ങളെ, ജഡീക കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരുവാൻ ഏൽപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഞാൻ എൻ്റെ വാക്കൾക്കൂടെ വിരാമം കുറിക്കുക. ദ ക്രൈസ്റ്റ് TV എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങുവാൻ ഒത്തിരി ആൾക്കാരെന്നോട് പറഞ്ഞെങ്കിലും ദൈവത്തിന്റെ നിർബന്ധം കൊണ്ട് കഴിഞ്ഞ മെയ് മാസം 16-ാം തീയതി ഞങ്ങളിത് ആരംഭിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെട്ട് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ലോകമെമ്പാടും ഒരു കൂട്ടം ആൾക്കാരോട് ഈ സത്യം വിളിച്ചു പറയുക. ഞാൻ ഇന്നലെ ഈ ചാനലൊന്ന് അനലൈസ് ചെയ്തപ്പോൾ ഏകദേശം 8600-ൽ പരം ആൾക്കാരെ ഈ 3 മാസം കൊണ്ട് സുവിശേഷം എത്തിക്കുവാൻ, ഈ സത്യവചനം എത്തിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. പ്രിയരെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ മേലൊരു ദൗത്യമുണ്ട്, സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. പൗലോസ് പറഞ്ഞു, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. മറ്റ് ഒരു പ്രയോറിറ്റിയും ഇതിന്റെ മുമ്പിലില്ല. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരോട് ഈ ചാനലിനെ പരിചയപ്പെടുത്തുകയും അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുക്കലേക്ക് നിങ്ങൾ പോലും അറിയാതെ ഈ സന്ദേശം എത്തുവാനിടയായിത്തീരും. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നമുക്ക് പോയി സുവിശേഷം പറയാൻ പറ്റത്തില്ലെങ്കിൽ കലർപ്പില്ലാത്ത സത്യസന്ധമായ സംഘടനകളുടെ ബൗണ്ടറികൾക്ക് അകത്ത് നിൽക്കാത്ത പ്യുവറായ ഒരു സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുവാൻ ഒരുക്കിയ ഈ പ്രോഗ്രാമിനെ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും സഹകരണവും നിസ്സീമമായി ഉണ്ടാകണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോകൾ പ്രാരംഭം മുതൽ കേൾക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമാണെന്ന് ഡെയിലി ഞങ്ങൾക്ക് കിട്ടുന്ന അപ്ഡേഷൻ നിമിത്തം ഞങ്ങൾക്ക് കേൾക്കുവാൻ, അറിയുവാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും. പ്രാർത്ഥനയിൽ നമുക്ക് അന്യോന്യം വഹിക്കാം. നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സുകൾ, ഏതെങ്കിലും പ്രത്യേക വിഷയത്തിന്മേൽ നിങ്ങൾക്ക് ഒരു സന്ദേശം വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് കൈമാറുന്നതാണ്. എല്ലാ നിലയിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.